Modern methods of performance appraisal. സോ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടു കഴിഞ്ഞു. ഇനി ഏതൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസലിന് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ മെത്തേഡ്സ്? ഇതിൽ വരുന്നതാണ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ്, ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ, 360-degree appraisal, appraisal through MBO. MBO stands for Management by Objectives, psychological appraisal. First one, appraisal centers or assessment centers. Assessment center is a central location where a group of employees come together and work on an assignment for 2 or 3 days. അതായത് എംപ്ലോയീസിന് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ കൊണ്ടിരുത്തിയിട്ട് അവർക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അത് 2-3 ദിവസം നീളുന്ന ഒരു ടാസ്ക് അവർ ചെയ്യുമ്പോൾ അതിലൂടെ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. So generally employees are given an assignment similar to the job they would be expected to perform if promoted. അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഹയർ ലെവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജോബായിരിക്കും അല്ലെങ്കിൽ ഒരു ടാസ്ക് ആയിരിക്കും അവർക്ക് കൊടുക്കുക. അപ്പോൾ ഈ ടാസ്കിനെ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. The trained evaluators observe and evaluate the employees as they perform the assigned jobs and are evaluated on job-related characteristics. സോ ഈ അവർ ചെയ്യുന്ന ടാസ്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഇവാലുവേറ്റേഴ്സ് ആണ് ഉള്ളത്. അവർ ഇവരുടെ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ, ജോബ് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു ഓവറോൾ ഇവാലുവേഷൻ നടത്തുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ്. സോ ഒരു സെൻട്രൽ ലൊക്കേഷനിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൽ ഇവാലുവേഷൻ നടത്തുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പേര് അസസ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളത് വന്നിട്ടുള്ളത്. The next one, behaviorally anchored rating scale or BARS. BARS ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഒരു ടെക്നിക്കാണ് പെർഫോമൻസ് ഇവാലുവേഷന് ഉപയോഗിക്കുന്നത്, പെർഫോമൻസ് അപ്രൈസലിന് യൂസ് ചെയ്യുന്നത്. It is a relatively new technique which combines graphic rating scale and critical incident method. So നമ്മൾ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൽ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെയും നമ്മൾ റേറ്റ് ചെയ്യുന്നു. 0 to 5 എന്നുള്ള ആ ഒരു റേറ്റിംഗ് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡും നമ്മൾ കണ്ടു. അതിലൊരു ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അവർക്ക് കൊടുക്കുന്നു. ആ ഇൻസിഡൻറ്റിനെ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ഈ ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ചെയ്യുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് ജോബ് പെർഫോമൻസ് ഓർ സെറ്റ് ഓഫ് ബിഹേവിയറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്ക്രൈബിംഗ് ദ ഇമ്പോർട്ടൻറ്റ് ജോബ് പെർഫോമൻസ് ക്വാളിറ്റീസ് ആസ് ഗുഡ് ഓർ ബാഡ്. സോ ഇവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റേറ്റ് ചെയ്യുന്നു. അതായത് ഗുഡ് ഓർ ബാഡ് എന്നുള്ള ആ ഒരു റേറ്റിംഗ് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ആദ്യമേ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറച്ച് ക്രിട്ടിക്കൽ ഏരിയാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ആ ആക്ടിവിറ്റീസിനെ നമ്മളൊരു റേറ്റിംഗ് സ്കെയിൽ ആദ്യം അസസ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആക്ച്വലി ഉള്ള പെർഫോമൻസ്, അല്ലെങ്കിൽ ആക്ച്വൽ ആ ഒരു ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഒരു റേറ്റിംഗ് സ്കെയിലുമായിട്ട്, പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിംഗ് സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്യുന്നു. So in this method, an employee's actual job behavior is judged against the desired behavior by recording and comparing the behavior with bars. സോ നമ്മൾ ആദ്യമേ റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സ്കെയിൽ, ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിലിലേക്ക് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ആക്ച്വൽ ജോബ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. സോ അതിലൂടെ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് BARS എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെയും ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് മെത്തേഡ്. സോ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിംഗ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഫാക്ട്സ്. സോ അക്കൗണ്ടിങ്ങിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ എല്ലാ പേയ്മെൻറ്റ്സുകളും റെക്കോർഡ് ചെയ്യുന്നു, എല്ലാ റെസീറ്റ്സുകളും റെക്കോർഡ് ചെയ്യുന്നു.
സോ അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡിലൂടെ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് ചെയ്യുന്നു. സോ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ളൊരു അസറ്റ്സ് ആണ്. സോ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡിലൂടെ എന്താണ് ചെയ്യുന്നത്, ഈ അസറ്റിൻ്റെ റിലേറ്റീവ് വെർത്ത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റിലേറ്റീവ് വെർത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അവരുടെ കോസ്റ്റും ഈ ഹ്യൂമൻ റിസോഴ്സസിനെ കൊണ്ട് നമുക്കുണ്ടാകുന്ന കോസ്റ്റും അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിലൂടെ നമുക്കുണ്ടാകുന്ന കോൺട്രിബ്യൂഷനും, അതായത് നമുക്ക് കിട്ടുന്ന റെസീറ്റ്സ്, പേയ്മെൻറ്റും റെസീറ്റ്സും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത്. സോ സാധാരണ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് പോലെ നമുക്ക് കിട്ടാനുള്ള അതായത് നമ്മൾക്ക് കിട്ടാനുള്ള റെസീറ്റ്സുകളും നമ്മൾക്ക് ചിലവാകുന്ന നമ്മളുടെ എക്സ്പെൻസസുകൾ, പേയ്മെൻറ്റ്സുകളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അവർക്ക് ഹ്യൂമൻ റിസോഴ്സസിന് നമ്മൾക്ക് വരുന്ന ചിലവുകൾ എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിലൂടെ നമുക്ക് നമ്മളുടെ ബിസിനസ്സിന് ഉണ്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അതിനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ മെത്തേഡിന് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദ കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കോമ്പൻസേഷൻ, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ കോസ്റ്റ്, ഇൻഡക്ഷൻ, ട്രെയിനിങ് കോസ്റ്റ് എക്സെട്ര. വേർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡ്സ് ടോട്ടൽ വാല്യൂ ആഡഡ്, അതായത് അവരിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ വിൽ ബി ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. So ideally, the contribution of the employees should be greater than the cost incurred on them. So performance okay ആണെങ്കിൽ, അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ഇത് സിറ്റുവേഷനിലാണ് കോൺട്രിബ്യൂഷൻ കോസ്റ്റിനേക്കാളും കൂടുതലായിട്ട് വരുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മളുടെ പെർഫോമൻസ് ഓക്കെ ആകുന്നത്, അല്ലെങ്കിൽ പെർഫോമൻസ് ഗുഡ് ആകുന്നത്. സോ അതും ഒരു മോഡേൺ മെത്തേഡാണ്. ദ നെക്സ്റ്റ് മെത്തേഡ് 360-degree പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്. സോ 360 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓവറോൾ പെർഫോമൻസ് അപ്രൈസൽ. സോ ഓവറോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ ഓവറോൾ പെർഫോമൻസ് അപ്രൈസൽ, അതായത് അവരുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത്, അവരുടെ കോമ്പിറ്റൻസീസ്, അവരുടെ കീ പെർഫോമൻസ് അല്ലെങ്കിൽ ഗോൾസ്, അല്ലെങ്കിൽ അവരുടെ ജോബ് സ്കിൽസ്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ഇതെല്ലാം കൂടെ എല്ലാം എന്ത് ചെയ്യുന്നു, 360 ആംഗിളിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. 360 ആംഗിൾ എന്ന് പറയുമ്പോൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അതേപോലെ തന്നെ അവരുടെ വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ അവരുടെ ബോസിൻ്റെ, സൂപ്പർവൈസറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അവർക്ക് കിട്ടുന്ന അവരുടെ റിസൾട്ടുകൾ, അതായത് അവരുടെ പെർഫോമൻസ് റിസൾട്ടുകൾ, ആ റിപ്പോർട്ടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു എംപ്ലോയിയെ ഏതൊക്കെ ആംഗിളിലാണോ നമ്മൾ നോക്കിക്കാണാൻ പറ്റുക ആ ആംഗിളിലൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് 360 പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 360 ഫീഡ്ബാക്ക്, ഓൾസോ നോൺ ആസ് മൾട്ടി-റേറ്റർ ഫീഡ്ബാക്ക്. It is the most comprehensive appraisal where the feedback about the employee's performance comes from all the sources that come in contact with the employee on his job. ഒരു എംപ്ലോയിക്ക് ഒരു ഓർഗനൈസേഷനിൽ ആരൊക്കെ ആയിട്ടാണോ കോണ്ടാക്ട്സ് ഉള്ളത്, he has contact with his supervisor, his co-workers, his managers, his customers and overall persons. ഓർഗനൈസേഷനിൽ വരുന്ന ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലുമായിട്ട് ഒരു എംപ്ലോയിക്ക് കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കും. സോ ഓരോ എംപ്ലോയീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ കോണ്ടാക്ട്സ് ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് 360 പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 360 പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡാണ്. ഓക്കെ, സോ അതിന് 4 ഇൻറ്റഗ്രൽ കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് സെൽഫ് അപ്രൈസൽ, ഒരു എംപ്ലോയി സ്വയം അയാളെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ സുപ്പീരിയേഴ്സ് അപ്രൈസൽ, അയാളുടെ തൊട്ട് മുകളിലുള്ള സുപ്പീരിയറുടെ അപ്രൈസൽ. സബോർഡിനേറ്റ്സ് അപ്രൈസൽ, അതേപോലെ തന്നെ പിയർ അപ്രൈസൽ, അയാളുടെ അതേ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെ അപ്രൈസൽ എങ്ങനെയാണ്. സോ ഓരോ അപ്രൈസലിനും കൂടെ കൂട്ടിയിട്ട് അതിനെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ 360 അപ്രൈസൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO.
സോ MBO എന്ന് പറയുന്നത് നമ്മൾ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. MBO പീറ്റർ എഫ് ഡ്രക്കർ എന്നുള്ള മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ് MBO എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ എന്താണ് MBO എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് whereby superior and subordinate managers of an organization jointly identify its common goals, define each individual's major areas of responsibility in terms of the result expected of him, and are these measures as guides for operating the units and assessing the contribution of each of its members. സോ ഇവിടെ പറയുന്നത് ഓരോ എംപ്ലോയീസും, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഓരോ എംപ്ലോയീസും, സബോർഡിനേറ്റ്സ് ആയാലും സുപ്പീരിയേഴ്സ് ആയാലും, അവരെല്ലാവരും ജോയിൻ്റ്ലി ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാം. സോ ആ പ്രയത്നത്തിൽ അവരുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ഓരോരുത്തരും ബോധവാന്മാരാവാം. സോ അതിലൂടെ എന്ത് ചെയ്യുന്നു, മെമ്പേഴ്സ് എല്ലാം അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരുന്നു. ആ കോൺട്രിബ്യൂഷൻസിലൂടെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. സോ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് മാത്രമല്ല ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ ഉള്ളത്, ഓരോ ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനിലുള്ള ഓരോ എംപ്ലോയീസിനും എന്തുണ്ടാകുന്നു, ഗോൾ ഉണ്ടാകുന്നു. ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലൂടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം. സോ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡാണ്. സോ ഇതെങ്ങനെയാണ് പെർഫോമൻസ് അപ്രൈസൽ ആകുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ദ അപ്രൈസൽ ഓഫ് ദി പെർഫോമൻസ് എഗെയിൻസ്റ്റ് ക്ലിയർ, ടൈം ബൗണ്ട് ആൻഡ് മ്യൂച്വലി അഗ്രീഡ് ഗോൾസ്. ഓരോ എംപ്ലോയീസിനും ഗോൾ ഉണ്ടായിരിക്കും, ഓരോ ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനൊരു ഗോൾ ഉണ്ടായിരിക്കും. ഈ എംപ്ലോയീസിൻ്റെയും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും ഗോളുകൾ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കായിരിക്കും. സോ അതിലൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള, ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള, ഒരു മ്യൂച്വലി അഗ്രീഡ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നു. സോ അതിലൂടെ എന്ത് ചെയ്യുന്നു, പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നു. സോ അതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവിൽ ആദ്യം എന്തുണ്ടാകുന്നു, ക്ലാരിറ്റി ഓഫ് ഗോൾസ് ഉണ്ടാകുന്നു. ക്ലാരിറ്റി ഓഫ് ഗോൾസ് എന്ന് പറയുന്നത് ഗോൾസിൻ്റെ നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാകുന്നു. സോ ഈ MBO എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്മാർട്ട് ഗോൾസിലൂടെയാണ് വന്നത്. എന്താണ് ഈ സ്മാർട്ട് ഗോൾസ് എന്ന് പറയുന്നത്? സ്മാർട്ട്, S സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക്, M സ്റ്റാൻഡ്സ് ഫോർ മെഷറബിൾ, A അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. ഇത്രയും കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ഇങ്ങനെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത് ഒരു മോഡേൺ ടെക്നിക്കാണ്. സോ അതിലാദ്യം ചെയ്യുന്നത് എസ്റ്റാബ്ലിഷിംഗ് ദി ഒബ്ജക്റ്റീവ്സ്. ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ടാർഗറ്റ് എന്നുള്ളത്, നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ടാർഗറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. നമ്മൾ ബാക്കോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നു. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പെർഫോമൻസ് അപ്രൈസൽ നടത്താൻ പറ്റുന്നു. സോ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ടെക്നിക്കാണ്. അതിലൂടെ ഈച്ച് ആൻഡ് എവരി എംപ്ലോയീസിനെ നമുക്ക് ഓർഗനൈസേഷൻ്റെ ഗോൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡേൺ ടെക്നിക്കാണ്. ദ ലാസ്റ്റ് ടെക്നിക്, സൈക്കോളജിക്കൽ അപ്രൈസൽ. സോ സൈക്കോളജിക്കൽ അപ്രൈസൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ, ബിഗ് കൺസേൺസ് ആണ് ഈ സൈക്കോളജിക്കൽ അപ്രൈസൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് അവർ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ സൈക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടി ഇൻഡെപ്ത് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, ഡിസ്കഷൻ വിത്ത് സൂപ്പർവൈസർ കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ റിവ്യൂ ഓഫ് അതർ ഇവാലുവേഷൻസ്, വേറെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻസിനെയൊക്കെ റിവ്യൂ ചെയ്യുക, അതിനെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടെ അപ്രൈസൽ നടത്തുന്നതിനെയാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത്. സോ സൈക്കോളജിസ്റ്റ്
prepare an evaluation report of the employees' intellectual, emotional and other work related characteristics. ഓരോ എംപ്ലോയീസിൻ്റെയും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട ജോബുമായി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളെല്ലാം എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് അത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിലൂടെ നമുക്ക് അവരുടെ അപ്രൈസലിനെ വിലയിരുത്താൻ, മാനേജ്മെൻറ്റിന് അവരുടെ അപ്രൈസൽ മനസ്സിലാക്കാൻ, ഓരോ എംപ്ലോയീസ് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. സോ ഈ സൈക്കോളജിക്കൽ അപ്രൈസൽ ചെയ്യുന്നത് ബിഗ് ഫേംസ് ആണ്. കാരണം സൈക്കോളജിക്കൽ എക്സ്പേർട്സിനെ നമുക്കിതിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മോഡേൺ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽസ്.